സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല എന്നൊക്കെ പറയുന്നയാൾ അത് പെട്ടെന്ന് തിരുത്തുന്നു എന്ന ഒരു രീതിയിലേക്കൊന്നും വരുന്നില്ല. മുഖ്യമന്ത്രിയെ മന്ത്രിമാരെയും വിമർശിക്കുന്നത് പോലെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം. അത് ഇനിയിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ വിമർശനം ഉണ്ടാകുമെന്നുള്ളതൊരു കാര്യം. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന പരിശോധിക്കും. അടുത്ത കാലത്തായി നാക്കുപിഴയോ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തും. എന്നാൽ പിന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞുകൂടെ സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങി എന്ന് പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയി. അത് പറയുന്നതിന് പകരം ഇത്രയും വളഞ്ഞ് മൂക്കിൽ പിടിക്കുന്നത് എന്തിനാണ് വി ഡി സതീശൻ? രമേശ് ചെന്നിത്തലയെ നല്ല പേടിയായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. രമേശ് ചെന്നിത്തല ആക്റ്റീവായി വരുന്നതിനെ വി ഡി സതീശൻ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒരു വശത്തേക്ക് ഒതുക്കണം. അതിന് കൃത്യമായി സമുദായ നേതാക്കളുടെയൊക്കെ പിന്തുണ തന്നിലേക്ക് കൊണ്ടുവരണം. അതിനിടയിൽ പറയുന്ന ഒരു സെന്റൻസ്, മന്നം ജയന്തി സമ്മേളനത്തിൽ ചെന്നിത്തലയെ മുഖ്യപ്രഭാഷകനായി വിളിച്ചത് അത് നല്ലതാണ്, ഗുണം ലഭിക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ നല്ല ഗുണമുണ്ടാക്കുന്ന ഒരു നേതാവാണ്, മുതിർന്ന നേതാവാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരാൻ NSSന്റെയും SNDPയുടെയും ഒക്കെ പരസ്യ പിന്തുണ അവർ പറയുന്ന രീതിയിലേക്ക്, അത് കൃത്യമായി അവരുടെ സമ്മേളനങ്ങളിൽ ക്ഷണിക്കുന്ന രീതിയിലേക്ക് എത്തേണ്ടിയിരുന്നോ എന്നതാണ്.